നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ചെറിയ സദസ്സാണ് നമുക്കുള്ളതെങ്കിലും അത് ബൃഹത്തായ സദസ്സായിട്ട് തന്നെയാണ് കാണുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ മറ്റൊരു പരിപാടി ഇവിടെ നടത്തിയിരുന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഫെസ്റ്റായിരുന്നു. അന്നൊക്കെ ധാരാളം ഒരുപാട് ആളുകൾ വന്നു എടുത്തു. അത് വേറെ ലെവലായി. ഇതൊരു അനുസ്മരണ ചടങ്ങായതുകൊണ്ടാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു ബോഡിയെ നമ്മൾ ക്ഷണിച്ചത്. വലിയ ബഹളങ്ങളില്ലാതെ എങ്കിലും സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച മഹനീയ വ്യക്തിത്വങ്ങളെ ആദരപൂർവ്വം സ്മരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ലംബോ എന്ന് പറയുന്ന ഒരു പഴയ സീരിയലിനെ പറ്റി എൻ്റെ ഓർമ്മകളിൽ വരുമ്പോൾ ഏറെ ആദരണീയനും ബഹുമാനീയനുമായ അതിൻ്റെ ഉദ്ഘാടകൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ശേഷിയും ഓർമ്മകളും ഒക്കെ തികട്ടി വരികയാണ്. ഏറെ പ്രിയങ്കരനായ ശ്രീ പ്രേംകുമാർ, നമുക്കൊക്കെ സുപരിചിതനായ ചെയർമാനാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ. ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ പ്രേംകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫിൽക്കയുടെ സാരഥി സാബു ശങ്കർ സാർ, ലോക സിനിമയെ ഏറ്റവും നന്നായി അടുത്തറിയുകയും മറ്റുള്ളവരെ നന്നായി അറിയിക്കുകയും ചെയ്തിട്ടുള്ള സിനിമയുടെ മർമ്മം അറിയുന്ന വിജയകൃഷ്ണൻ സാർ, ശ്രീ തോംസൺ ലോറൻസ് അധ്യക്ഷൻ, അതുപോലെ ശ്രീ മരിയാപുരം ശ്രീകുമാർ സാർ, രാധാകൃഷ്ണൻ സാർ. ഇതൊരു ഔപചാരികതകളൊന്നുമില്ലാത്ത ഒരു കൂടിച്ചേരലാണ്. മലയാളത്തിൻ്റെ മഹാനായ ഒരു ചലച്ചിത്രകാരനെ നമ്മൾ അനുസ്മരിക്കുന്നു. വിജയകൃഷ്ണൻ സാർ വളരെ ദീർഘമായി ഒരു പ്രഭാഷണം നടത്തേണ്ടതാണ് ഇപ്പോൾ. പക്ഷെ എനിക്ക് കുറച്ച് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ടൊരു അദ്ദേഹം ഒരു മഹാമനസ്കത കാണിച്ചാണ് ഇപ്പോൾ നിർത്തിയത്. എനിക്കറിയാം. ഷാഹിദ് സാറിനെ കുറിച്ച് എന്നെക്കാളൊക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കിട്ടാത്തതിൽ എനിക്കും വിഷമമുണ്ട്. എനിക്ക് 4:30 പോകണമെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായി. സാബു ശങ്കർ സാറും അതുപോലെ ദീർഘമായിട്ട് സംസാരിക്കും. രാധാകൃഷ്ണൻ സാറൊക്കെ ഉണ്ട്, സംസാരിക്കും. വിജയകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്കങ്ങനെ അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്ക് ഇവിടെ പറയാൻ അത്തരം അനുഭവങ്ങൾ ഏറെയില്ല. ഷാജി എൻ സാറിനെ ഒരുപാട് കാലം വളരെ അകലെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ചില സാംസ്കാരിക പരിപാടികളിലൊക്കെ ചില വേദികളിൽ മുമ്പ് ഒന്നിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിലപ്പുറം വലിയ ആത്മബന്ധമോ പരിചയമോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പങ്കാളിയാവുകയും അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതലയ്ക്ക് വരുമ്പോൾ പിന്നീട് ആ ഒരു പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷക്കാലം 2024 ശരിക്കും എനിക്ക് അദ്ദേഹവുമായിട്ടൊരു വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. അതൊരു വളരെ അടുത്ത ആഴമേറിയ ഒരു ബന്ധമായിട്ട് തന്നെ മാറി എന്നുള്ളത് വസ്തുതയാണ്. ഷാഹിൻ ഖാൻ സാറിനെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ സംഭാവനകളെ കുറിച്ച് തന്നെയാണ് എനിക്ക് കൂടുതൽ പറയാൻ തോന്നുന്നത്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഈ ഒരു നവതരംഗ സിനിമ എന്ന് പറയുന്ന പതിവ് സമ്പ്രദായങ്ങളിൽ നിന്ന് മലയാള സിനിമ വഴിമാറി സഞ്ചരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഷാജി എൻ കരുൺ സാറിനെ അടയാളപ്പെടുത്താറുള്ളത്. മലയാള സിനിമയെ ഒരുപക്ഷെ ലോക സിനിമയുടെ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തിലേക്ക് അടയാളപ്പെടുത്തിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രതിഭാധനരായ ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഷാജി എൻ കരുൺ സാറിൻ്റെ പേര്. അദ്ദേഹം ഛായാഗ്രാഹകനായിട്ടായിരുന്നല്ലോ തുടക്കം. ഏതാണ്ട് 40ഓളം സിനിമകൾ അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം യാദൃച്ഛികമായി ഇങ്ങനെ സിനിമയിലേക്ക് വഴി തെറ്റി വന്ന ഒരാളല്ല.
അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി ആധികാരികമായി സിനിമ പഠിച്ചിട്ടാണ് സിനിമയുടെ ദൃശ്യ സാധ്യതകളൊക്കെ നന്നായി മനസ്സിലാക്കിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ ജി അരവിന്ദനെ പോലെയൊക്കെയുള്ള മഹാപ്രതിഭകളുടെ കൂടെ പ്രവർത്തിച്ച് അങ്ങനെയാണ് ഏതാണ്ട് 40ഓളം സിനിമകൾ. ആ പ്രവർത്തിച്ച ഈ 40ഓളം സിനിമകളൊക്കെയും മലയാളത്തിലെ നമുക്ക് ഒരു മുഖ്യധാരയിൽ നിന്ന് വിട്ടുമാറി ഒരു പുതിയ സംവേദനം സാധ്യമാക്കിയ പുതിയൊരു ദൃശ്യഭാഷ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച, അതിലൂടെ ദേശീയ തലത്തിലും അതിലും അപ്പുറമൊക്കെ കടന്നു പോകാൻ മലയാള സിനിമയെ പ്രാപ്തമാക്കിയ ഒരു മഹാചലച്ചിത്രകാരൻ. അദ്ദേഹം ഈ ഛായാഗ്രഹണ രംഗത്ത് നിന്ന് പിന്നീട് സ്വതന്ത്ര സംവിധായകനായിട്ട്, സിനിമ സംവിധായകനായിട്ട് അദ്ദേഹം മാറി. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് പിറവി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിറവിയാണ്. ആ പിറവി എന്ന സിനിമ 1989 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ സിനിമയാണ്. ഒരു സംവിധായകന്റെ 3 സിനിമകൾ, അത് പിറവിയും സ്വമ്മം വാനപ്രസ്ഥവും, തുടർച്ചയായിട്ട് ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനാനുമതി നേടിയിട്ടുണ്ട് എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അപൂർവമായ, മലയാളത്തെ സംബന്ധിച്ച് മാത്രമല്ല, അത് ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ ഒരു ബഹുമതിയായിട്ട് നമുക്ക് കാണാം. കാര്യം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രമേളയാണ് ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അവിടെ പിറവി പുരസ്കാരം നേടി. അദ്ദേഹത്തിന്റെ തുടർന്ന് ഈ സിനിമകളുമൊക്കെ, അവിടെ സ്വമ്മം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് വിജയകൃഷ്ണൻ സാർ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിവ്യൂ എഴുതിയിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ആ സിനിമയെക്കുറിച്ച് എനിക്കും ആ സിനിമയെക്കുറിച്ച് ഒരു വിയോജിപ്പുള്ള ഒരാളാണ്. അത് ഞാൻ വിജയകൃഷ്ണൻ സാറിന്റെ ചില അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ഒരാളാണ് ആ കാര്യത്തിൽ. പക്ഷെ വാനപ്രസ്ഥം പോലുള്ള സിനിമകളൊക്കെ അത് വേറിട്ട് നിൽക്കുന്നു. പക്ഷെ പിറവി അത് എക്കാലത്തെയും ഒരു വലിയ ക്ലാസിക് ആയിട്ട് തന്നെ, അത് കാലമെത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒന്നായിട്ട്, കാലാധിവർത്തിയായി നിലനിൽക്കുന്ന ഒന്നാണ്. ഈ കാലാധിവർത്തിയായി അല്ലെങ്കിൽ ദേശം കടന്നൊക്കെ നിൽക്കുന്ന, അതാണല്ലോ ഒരു ക്ലാസിക് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മാനദണ്ഡം പോലും നമുക്ക് അങ്ങനെ പറയാം. പിറവി എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്റെയും ഒരു ഹൃദയത്തിൽ വലിയ ഒരു നൊമ്പരം അവശേഷിപ്പിക്കുക അങ്ങനെ ഒരു സിനിമയാണ്. അതൊരു പുതിയ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ദൃശ്യഭാഷ സിനിമയുടെ പതിവ് വഴക്കങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പതിവ് വാർപ്പ് രീതികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ടൊരു തികച്ചും തീവ്രമായ ഒരു സിനിമ അനുഭവം, ഒരു ചലച്ചിത്ര അനുഭവം നൽകുന്ന സിനിമ. അതാണ് പിറവിയെ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് ഏതാണ്ട് 70ഓളം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 30ലധികം പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ, ദേശീയ തലത്തിൽ ഒക്കെ അത് ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറം അതിനൊരു വലിയൊരു നിലനിൽപ്പുണ്ട്. പുരസ്കാരങ്ങളൊക്കെ അതിനൊരു അംഗീകാരങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഏറ്റവും ഒരു തീവ്രമായ അനുഭവമാണ് പിറവി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ സങ്കല്പങ്ങളുടെ ഒരു മൂർത്തമായ രൂപമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി ഒരു വിളംബരം ചെയ്യുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും 1975 അടിയന്തരാവസ്ഥ കാലത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സിനിമയാണത്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഒരു അച്ഛൻ തന്റെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരുന്ന ഒരു മകനെ ഒരു സുപ്രഭാതത്തിൽ കാണാതാവുകയാണ്. അത് നമ്മുടെ ആ കാലത്തെ രാജൻ സംഭവമായിട്ടൊക്കെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ മകൻ നഷ്ടപ്പെട്ടു എന്ന് ഒന്നും അച്ഛൻ ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാണാതാവുന്നു, വരുമെന്ന പ്രതീക്ഷയാണ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അച്ഛൻ അറിയില്ല. വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ഒരു വലിയ വൈരസ്യമൊക്കെ നമുക്ക് അതിനകത്ത് വല്ലാതെ അനുഭവിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഈ കാത്തിരിപ്പിന്റെ ഒരു വൈരസ്, നമ്മൾ വെയിറ്റിംഗ് ഫോർ ഗോദോ പോലെയൊക്കെയുള്ള ചില നാടകങ്ങൾ, ലോക ക്ലാസിക്കുകളായിട്ടുള്ള നാടകങ്ങളിൽ ഗോദോയെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയുണ്ട്. നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അപ്പോ എല്ലാ മനുഷ്യന്റെയും ഒരു ആന്തരികമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ചില പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകളാണ് നമ്മളെ ഓരോ ദിവസവും നാളെ നല്ലൊരു ദിവസം നമുക്ക് ഉണ്ടാകുമെന്ന്, അങ്ങനെ ഒരു കാത്തിരിപ്പാണ് എല്ലാ മനുഷ്യനും. അതിന്റെ ഒരു മറ്റൊരു തരത്തിൽ, അതൊരു ദാർശനികമായ തലത്തിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു അച്ഛന്റെ ആ ഒരു കാത്തിരിപ്പ്.
ഒടുവിൽ എല്ലാ ദിവസങ്ങളും ഒന്നുപോലെയാണെന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ പോലും ചെയ്യുന്നത്, ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നത്. ഇത് ഏറ്റവും മികച്ച ഒരു സിനിമ. നമ്മൾ ഈ മനുഷ്യന്റെ അടിസ്ഥാന ഭാവങ്ങൾ, അത് പ്രണയമായാലും പകയായാലും വിദ്വേഷമായാലും രതിയായാലും അവന്റെ നിരാശകളും സ്വപ്നങ്ങളും, ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും ഏതാണ്ട് എല്ലാ മനുഷ്യരും സമാനമാണ്, ഈ അടിസ്ഥാന ഒരു ഭാവങ്ങൾ. അതുകൊണ്ടാണ് ലോകത്തെവിടെയും ഉണ്ടാകുന്ന ഏത് സിനിമയും അതുണ്ടാകുന്ന ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ അതിരുകൾ കടന്ന് എവിടെയുമുള്ള എല്ലാ മനുഷ്യരുമായും സംവദിക്കാൻ അതിന് ശക്തി ഉണ്ടാകുന്നത് അങ്ങനെ ഒരു അടിസ്ഥാന ഭാവങ്ങൾ ഒന്നായതുകൊണ്ടാണ്, ഏതാണ്ട് സമാനമായതുകൊണ്ടാണ്. ഈ സിനിമയ്ക്കൊരു ഭാഷയുണ്ട്, ഞാനത് എല്ലാ വേദികളിലും പറയുന്നതാണ്. ഓരോ സിനിമയ്ക്കും ഒരു സിനിമയുടെ ഒരു ഭാഷയുണ്ട്. അത് ഈ ദൃശ്യത്തിന്റെയും ശ്രവ്യത്തിന്റെയും എല്ലാം ചേർന്നുള്ള ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയുടെ ഭാഷ, സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ഭാഷ അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്, അതൊരു വികാരങ്ങളുടെ ഭാഷയാണ്. വൈകാരികമായ ഒരു തലത്തിലാണ് ഓരോ സിനിമയും അതിന്റെ സംവേദനം സാധ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ രാജ്യത്തും എവിടെയും ഉണ്ടാകുന്ന സിനിമ നമുക്ക് ഇപ്പോൾ ഏത് രാജ്യത്തുണ്ടാകുന്ന സിനിമയും നമ്മളിവിടെ മലയാളത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ആ ഭാഷയുടെ ഒക്കെ അതിരുകൾ വിട്ട് അത് അതിനകത്തുള്ളൊരു വൈകാരിക അംശത്തിലാണ്. അത് നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ ആണ്, അതുമായിട്ടാണ് അതിൻ്റെ ഒരു സംവേദനം സാധ്യമാകുന്നത്. ആ അർത്ഥത്തിൽ പിറവി, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് അത്രയും ഒരു ഇമോഷണൽ ലാംഗ്വേജിന്റെ, അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്, ഒരു വിശ്വഭാഷയാണ്. ആ ഭാഷയിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരു സിനിമയാണത്. അതിനകത്ത് സംസാരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഭാഷയൊന്നും പ്രസക്തമല്ല. അതുകൊണ്ടാണത് പല രാജ്യങ്ങളിലും പോകുമ്പോൾ അത് അവിടെ വളരെയേറെ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഷ, അത് ഷാജിയൻ കരുൺ സാർ എന്ന് പറയുന്ന ആ ചലച്ചിത്ര പ്രതിഭയുടെ ഒരു പ്രതിഭയുടെ തിളക്കമാണ് നമുക്കവിടെ സൂചിപ്പിക്കാനാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്തൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അതൊരു പുരോഗമന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടുകളും കൂടിയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ്. അദ്ദേഹം എപ്പോഴും ഒരു കല എന്ന് പറയുന്നത് അതൊരു പുരോഗമന സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ശക്തി പകരുന്നതാകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉള്ള മനുഷ്യനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ആ നിലപാടുകളുടെ വ്യക്തമായ ഒരു മൂർത്തീകരണം കൂടിയായിരുന്നു ആ സിനിമ. അതിലൂടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടി തന്നെയാണ്. അത് കലയെന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതൊരു മനുഷ്യനെ ഒരിക്കലും ഒരു അന്ധകാരത്തിലേക്ക് പിന്നോക്കം കൊണ്ടുപോകുന്നതല്ല, അവനെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാകണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ അതിന്റെ എല്ലാം ഒരു പ്രകടനം ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സിനിമകളും പ്രമേയത്തിന്റെ കാര്യത്തിലായാലും ആവിഷ്കരണ ശൈലിയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വളരെ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ അതൊരു കഥകളി നടന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അതൊരു മറ്റൊരു തലത്തിൽ നിൽക്കുന്ന വേറൊരു സിനിമയാണ്. സ്വന്തം അത് വേറൊരു വ്യത്യസ്തമായ ഒരു രീതിയാണ്. അതിൻ്റെ ഒരു അനുഭവ തലത്തിലാണ് എനിക്കൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പിറവി പോലെയുള്ള ഒരു സിനിമ ചെയ്ത ഒരു സംവിധായകന്റെ ഒരു സിനിമയുടെ കൂട്ടത്തിൽ നമുക്കത് എത്രത്തോളം ചേർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളത്, അത് ആസ്വാദകർ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എന്തു തന്നെയായിരുന്നാലും ശരി, മലയാള സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ഒരു ഭാവുകത്വ നിർമ്മാണത്തിന് വലിയ സംഭാവന നൽകിയ, ഏറ്റവും കനത്ത സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ സർഗപരമായ കഴിവുകൾ, അത് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ലോകത്ത് എല്ലായിടത്തും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചലച്ചിത്ര പ്രതിഭ. ഇനി നമ്മുടെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പല പരിപാടികളുടെയും നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോ KSFDCയുടെ കാര്യം തന്നെയായിരുന്നാലും അത് അദ്ദേഹത്തിന്റെ വിയോഗം നടക്കുമ്പോഴും അദ്ദേഹം അതിന്റെ ചെയർമാനാണ്. ചലച്ചിത്ര അക്കാദമി 1998 രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാൻ ഷാജിയൻ കരുൺ സാറായിരുന്നു. ഇപ്പോ മലയാള സിനിമ ഏതാണ്ട് 100 വർഷം തികയ്ക്കാൻ പോകുന്ന സമയത്താണ് നമുക്കൊരു സിനിമ നയം സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയൊരു പ്രാധാന്യം നൽകി കാണുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ സിനിമയ്ക്ക് ഒരു സമഗ്രമായ ഒരു സാംസ്കാരിക നയമുണ്ടാകണം എന്നുള്ളത്. അങ്ങനെ സിനിമയുടെ സാംസ്കാരിക നയ രൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ചലച്ചിത്ര അക്കാദമിയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനൊക്കെ അതിനകത്ത് അംഗങ്ങൾ ആണ്. അപ്പൊ ഇങ്ങനെ ഇത്തരം ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് ഇപ്പൊ സർഗപരമായ അദ്ദേഹത്തിന്റെ ആ ഒരു മേഖല, ഒപ്പം
ഇതുപോലുള്ള നമ്മുടെ സിനിമാ മേഖലയെ സമഗ്രമായി സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ ഒരു നേതൃസ്ഥാനം, ഇതെല്ലാം അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള, ഒരുപക്ഷെ ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. ഞാനത് വിജയകൃഷ്ണൻ സാറിനോട് ചോദിച്ചൊന്നുകൂടി വ്യക്തത വരുത്തിയതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹം ഈ ഇതിന്റെ ഒരു നേതൃസ്ഥാനത്താവും നമ്മുടെ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ, ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് പോലും അദ്ദേഹം ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം അതെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു സംഘാടന മികവ്, വിജയകൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ വിഷൻ എല്ലാ കാര്യത്തിലും, ഇപ്പൊ KSFDC മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാക്കാൻ കാര്യം, അതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് എന്നതിന്റെയൊക്കെ ഒരു പരിമിതി അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ പോലും അതൊക്കെ അത്രയും അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ഉന്നതമായ ചിന്തകൾ, ആ കാര്യത്തിൽ ഉന്നതമായ ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ അദ്ദേഹത്തിന് ലോക സിനിമയുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. ലോക സിനിമയുടെ മഹാ ആചാര്യന്മാരുമായിട്ട്, മഹാപ്രതിഭകളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു. സിനിമയുമായിട്ട് ലോകത്തെ ഓരോ നിമിഷം, അനുനിമിഷം സിനിമ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ലോകം മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് അതിനെല്ലാ പ്രതിഫലനങ്ങളും സിനിമയിൽ അത് ലോകമെമ്പാടും സംഭവിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ ഒരു അടുത്ത കാലഘട്ടമാണ് ഞാനുമായിട്ട് സാറുമായിട്ട് എനിക്കൊരു വലിയൊരു ബന്ധം ഉണ്ടാകാൻ പറ്റിയത്. അത് നമ്മുടെ IFFK-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ 29ാമത് IFFK-യുടെ ആ സമയത്താണ് ഞാൻ ഈ ഒരു താൽക്കാലിക ചുമതലയിലേക്ക് അക്കാദമിയുടെ സ്ഥാനത്ത് വരുന്നത്, ഈ ചെയർമാൻ. അതിനു മുമ്പ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊക്കെ സാറിന്റെ വലിയ നിർദ്ദേശങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സാറിന്റെ ഉപദേശങ്ങളൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചലച്ചിത്ര മേളയ്ക്ക് തന്നെ രൂപം നൽകിയത്. അപ്പൊ അവിടെ കൊണ്ടുവരുന്ന സിനിമകളുടെ കാര്യത്തിൽ, അതുപോലെ അവിടെ നൽകുന്ന പുരസ്കാര നിർണയത്തിന്റെ ജൂറിയുടെ കാര്യത്തിൽ, ഗസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ സാറിന്റെ വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിക്കുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പോയത്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ, ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുമ്പോൾ അത് അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമെന്നൊക്കെ നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്നില്ല, വളരെ നഷ്ടം തന്നെയാണ്. അതൊരു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജമായിട്ട്, അല്ല അക്കാദമിയുടെ രൂപീകരണം മുതൽ തന്നെ ഏതാണ്ട് ഇത്രയും വർഷക്കാലം അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ നൽകിയാണ് ആ സ്ഥാപനം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ചില സമയത്തൊക്കെ അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ചില നേതൃത്വമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഞാനുമായിട്ടൊക്കെ അത്രയും ഒരു വലിയ ഒരു ആത്മബന്ധം, എല്ലാ കാര്യത്തിലും ഞങ്ങൾ പരസ്പരം സംസാരിച്ചും ഡിസ്കസ് ചെയ്തും ഒക്കെയാണ് പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒരു വലിയ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഈ കഴിഞ്ഞകാല നിമിഷങ്ങൾ. ഒപ്പം അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ലോകമെമ്പാട് നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രഞ്ച് സർക്കാരിന്റെ ഒരു പരമോന്നത പുരസ്കാരം ഈ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്ത കാലത്ത് ശ്രീലങ്കൻ സർക്കാരിന്റെ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മലയാള സിനിമയുടെ പരമോന്നത പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതൊരു വലിയൊരു വിഷമമായിട്ട് തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അദ്ദേഹം പരിഗണിക്കപ്പെട്ടു. അത് ഈ കഴിഞ്ഞ ഏപ്രിൽ 16 മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അത് വളരെ വികാരവായ്പോടുകൂടിയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത്. അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതും സമീപ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വിയോഗം സംഭവിക്കുന്നതും. അത് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു നേതൃസ്ഥാനത്തുള്ള ഒരാളെന്നൊക്കെയുള്ള നിലയിൽ എനിക്ക് അത് വ്യക്തിപരമായിട്ടൊരു വലിയ അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകുന്ന ഒന്നായിട്ട് കൂടി ആ പുരസ്കാരത്തിന് അദ്ദേഹം പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തന സമയത്ത് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് അദ്ദേഹം അതിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ അഭിമാനകരമായ ഒന്നായിട്ട് അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ അത് ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഹാസംഭാവനകളെ കുറിച്ചൊക്കെ ഇനിയും ഇവിടെ ദീർഘമായി സംസാരിക്കും. ആ വിയോഗത്തെക്കുറിച്ച് ഞാനത്
ഒട്ടും അത് ആലങ്കാരികമായി നഷ്ടമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിനെ ഔപചാരികമാക്കുന്നില്ല. അത് ഏറ്റവും നികത്താനാകാത്ത, കാലം എത്ര കടന്നാലും അത് ഇങ്ങനെ തന്നെ ആ ഒരു വിടവ്, ശൂന്യത അതുണ്ടാകും. ആ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികതയുടെ പേരിൽ മാത്രം അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് വളരെ വിനയപുരസ്സരം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള ചലച്ചിത്ര അക്കാദമി ശ്രീ പ്രേംകുമാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, മലയാളത്തിന് ആദ്യമായിട്ട് ലോക ചലച്ചിത്ര കലയെക്കുറിച്ചും ക്ലാസിക്കുകളെക്കുറിച്ചും ചലച്ചിത്ര സാഹിത്യത്തിലൂടെ ഒരു തലമുറയെ തന്നെ പ്രചോദിപ്പിച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു വഴിവെട്ടി തെളിച്ച ഒരു ചലച്ചിത്ര നിരൂപകനാണ് ശ്രീ വിജയകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയും. പിന്നെയുള്ളത് നമ്മുടെ ഫിലിം സൊസൈറ്റിയുടെ, ഞങ്ങളുടെ തന്നെ ഫാമിലിയാണ്. ഇവിടെ ഫിൽക്കയുടെ പ്രസിഡന്റ് ഡോക്ടറുണ്ട്, ഡോക്ടർ ബി രാധാകൃഷ്ണൻ. പിന്നെ പ്രിയദർശിനി ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് തോംസൺ ലോറൻസ് ഉണ്ട്. പിന്നെ ശ്രീ മരിയാപുരം ശ്രീകുമാർ, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ട്? ആരെങ്കിലും ഉണ്ട്? പിന്നെ എല്ലാവർക്കും സ്വാഗതം പറയുക. അപ്പം ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു ചെറിയ ഒരു പോർഷനുണ്ട്. അത് ഞാൻ ആദ്യം ഇപ്പം പിന്നെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തോംസൺ ലോറൻസ് വിജയകൃഷ്ണനോട് വിളിക്കുക സംസാരിക്കാനായിട്ട്. കാരണം പ്രേംകുമാർ അത് കഴിഞ്ഞിട്ട് പോകും, അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. സംസാരിക്കാം, അത് നല്ലത്. ആധികാരികതയുണ്ടല്ലോ. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാളകൻ എന്നാണ് പ്രേംകുമാറിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ശങ്കിച്ച് നിന്നത്. അപ്പോൾ ഏതായാലും അപ്പോൾ ഷാജിയുടെ അനുസ്മരണമാണ്. ഈ അനുസ്മരണ ചടങ്ങുകളിലൊക്കെ വരുമ്പോൾ ഏതാണ്ട് നമ്മൾ മരണ വീടുകളിലൊക്കെ പോകുന്നത് പോലെയുള്ളൊരു സംഭവമാണ്. അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ചർച്ചകളും ഒന്നുമല്ല, നമ്മളുമായിട്ടുള്ള അനുഭവങ്ങളാണ് അപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുക. അങ്ങനെയാണല്ലോ ഈ മരണാന്വേഷിച്ചൊക്കെ പോകുമ്പോൾ നടക്കുന്നതൊക്കെ അതാണ്, അല്ലാതെ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചല്ല. കാരണം പ്രവർത്തനത്തിൽ നമുക്ക് അപഗ്രഥിക്കാനും പറയാനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്കം ഗ്രന്ഥാലോകത്തിൽ തന്നെ വിശദമായൊരു പഠനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അല്പം പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ. അപ്പം ഈ ഓരോ പതിറ്റാണ്ടിനും അതിൻ്റേതായ സംഭാവനകളുണ്ട്. വളരെ ആവേശത്തോടു കൂടി ആളുകൾ പറയും ഞങ്ങൾ 80കളിലെ ആളുകളാണ്, 90കളിലെ ആളുകളാണ്, ഇങ്ങനെ ഓരോ പതിറ്റാണ്ടിൽ. അങ്ങനെയുള്ളതിൽ ഏറ്റവും ഗൃഹാതുരത്വമുള്ള ഒരു പതിറ്റാണ്ടെന്ന് പറയുന്നത് 70കളാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം 70കളിലാണ് ഏറ്റവും ഈ കലാപരമായ സിനിമയ്ക്കുള്ള ആ ഒരു വലിയ അഭ്യുത്ഥാനം ഉണ്ടായത്. ധാരാളം പുതിയ ഫിലിം മേക്കേഴ്സ് വരുന്നത്, ഫിലിം സൊസൈറ്റികൾ കൂടുതൽ പ്രാവർത്തികമാകുന്നത്, അങ്ങനെ ചലച്ചിത്ര സാഹിത്യവും തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 70കളിലെ ആളുകൾ, ആ 70കളിലെ ഒരു സംഭാവനയാണ് ഷാജി എൻ കരുൺ. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഷാജി എൻ കരുണിൻ്റെ ആദ്യം കണ്ട സന്ദർഭം എന്ന് പറയുന്നത്, ഇവിടെ ഈ സ്റ്റാച്യു ടെലിഗ്രാഫ് ഓഫീസിന് മുൻവശത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, എത്രയോ കാലം മുമ്പ് 70കളുടെ തുടക്കത്തിൽ ഞാൻ അതുവഴി ഒരു കൂട്ടുകാരനുമായിട്ട് നടന്നു പോകുമ്പോൾ ആ സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞു, ആ നിൽക്കുന്ന ആള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്, ക്യാമറ പഠിക്കുകയാണ്, ഷാജി എൻ കരുൺ എന്നാണ് പേര്. അപ്പം ഞാൻ കുറച്ചു നേരം
നോക്കുന്ന കുറച്ച് അസൂയയൊക്കെ ഉണ്ട്. കാരണം അന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ സിനിമയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും സാധിക്കാതെ ഒരാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ സമപ്രായക്കാരനായ ഒരാൾ നിൽക്കുന്നു, അദ്ദേഹം അവിടെ പഠിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ചിന്ത വന്നു. പക്ഷെ അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നേരിൽ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ഒക്കെ. പക്ഷെ അങ്ങനെ നേരിൽ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ചെറിയ റോൾ വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 74 തന്നെ ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറാവുന്ന ഒരു സിനിമ പുറത്തു വന്നു. അത് KP കുമാരൻ സംവിധാനം ചെയ്ത അതിഥിയാണ്. അതിഥിയുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ബാലു മഹേന്ദ്രയുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഒരു മൂർത്തിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പേര് RM കസ്തൂരി എന്നാണ്, മൂർത്തി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കർണാടകക്കാരനാണ്. ആള് വളരെ മിടുക്കനാണ്, വളരെ നല്ല വർക്കാണ്. പക്ഷേ അദ്ദേഹം വളരെ സ്ലോ ആണ്, തുടക്കക്കാരനുമാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ സ്ലോ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് വലിയൊരു ഭാവി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ധാരാളം വർക്ക് ചെയ്തതായിട്ട് അറിഞ്ഞു. മലയാളത്തിലൊന്നും പിന്നെ ഒന്നും ഒരു പടം കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിചാരിച്ചതുപോലെയുള്ള ഒരു ഹൈറ്റ്സിലേക്ക് അദ്ദേഹം പോയില്ല. ഏതായാലും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സ്ലോ ആണ്, കുറച്ച് അനിശ്ചിതത്വമുണ്ട് ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോഴൊക്കെ. അപ്പം PJ ആൻ്റണി ആയിരുന്നു അതിലെ നായകൻ. അദ്ദേഹത്തിന് ഡയബറ്റിസ് മൂർച്ഛിച്ചിരിക്കുന്ന സമയമാണ്. ഒരു സന്ധ്യ ആകുമ്പോഴേക്ക് ഈ കാലെല്ലാം വെടിച്ചിട്ടൊരു തരം ദ്രാവകം അതിലൂടെ വരികയും ഭയങ്കര വേദനയാണെന്ന് പറയും. എന്നോട് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറയും ഇപ്പോൾ ഭയങ്കര വേദനയാണ്. അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് റീടേക്ക് പോകുന്നത്. കാരണം ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയും കൊഞ്ചം സ്ട്രോങ് പണ്ണ്, ഇന്നും കൊഞ്ചം സ്ട്രോങ് പണ്ണ്, ഇന്നും കൊഞ്ചം സ്ട്രോങ് പണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുവരെ എത്തിയിട്ട് ഇനി കൊഞ്ചം സോഫ്റ്റ് പണ്ണ്, ഇനി കൊഞ്ചം സോഫ്റ്റ് പണ്ണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴെ പഴയതിലേക്ക് വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇവരെയൊക്കെ ഡയറക്ടറോട് റൂമിലെത്തിയിട്ട് ഡയറക്ടറുമായിട്ട് ശോഭിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയി കേട്ടോ. പക്ഷെ എന്തായാലും ഈ പടം കഴിഞ്ഞ് 2 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 2ാമത്തെ ഷെഡ്യൂളിലാണ് ഈ പ്രശ്നങ്ങൾ അധികം ഉണ്ടായത്. ഈ പടം കഴിഞ്ഞ് പിന്നെ കുമാരേട്ടൻ്റെ അടുത്ത പടം ലക്ഷ്മി വിജയം വരുന്നത് ഒരു ഗ്യാപ്പിന് ശേഷമാണ്. അപ്പം അതിനിടയ്ക്കുള്ള സമയത്ത് ഒരിക്കൽ ഞങ്ങൾ റോഡിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ്, അപ്പം നമുക്ക് കഴിഞ്ഞ ഓണത്തെ പോലെ പറ്റരുത്, ഏതെങ്കിലും നമുക്കൊരു മലയാളി തന്നെ മതി, നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ധാരാളം മലയാളികൾ പഠിക്കുന്ന കാലമാണ്. അതിൽ ചിലരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരാൾക്ക്, എൻ്റെ ഒരു സുഹൃത്തിന് കത്തെഴുതി, ഇങ്ങനെ പുതിയ ഒരു പടത്തിന് വേണ്ടി ഷാജിയെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി. ഈ കത്തിന് മറുപടിയൊന്നും വന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാനതങ്ങ് മറന്നു, ഒന്നും നടന്നു കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കുറേ കാലത്തിന് ശേഷം കുമാരേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞു പടം തുടങ്ങി, ഷാജിയാണ് ക്യാമറാമാൻ എന്നൊക്കെ പറഞ്ഞു. ഇത്ര എനിക്കറിയാവൂ. അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വരികയും അദ്ദേഹം ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ പിന്നെ ഒരു ചർച്ച വരുന്ന 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ഗോവ IFFIക്ക് പോകാനായിട്ട് നമ്മൾ ബോംബെ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ ഗ്യാപ്പ് ഉണ്ടായി അവിടെ. കുറേ സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം, അന്നാണ് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത്. ഈ സംസാരിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് പറയുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പടമുണ്ടെന്ന് പറഞ്ഞ ശേഷം അത് നീണ്ടു പോയപ്പോൾ മധു അമ്പാട്ടുമായിട്ട് ചേർന്ന് ചില പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ചിത്രങ്ങൾ. പക്ഷെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന പടം ഈ ലക്ഷ്മി വിജയമായിരുന്നു എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചത്. അപ്പം ആ തരത്തിലൊരു നിമിത്തമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പരസ്പരം പറയുന്ന എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് ആ തരത്തിൽ നേരിട്ട് ബന്ധപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ അരവിന്ദൻ്റെ ചിത്രങ്ങൾ വരുന്നതും അതിലൂടെ. അപ്പം വളരെ അകന്ന് നിന്ന് ഞാനിത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, അദ്ദേഹത്തിന് കിട്ടുന്ന ബഹുമതികൾ, ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് വരുന്നു. ഈ സംവിധാന രംഗത്തേക്ക് പിറവി വന്നപ്പോൾ അതിന് ഉണ്ടായ ചില സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഞാൻ. പക്ഷേ സ്വം വന്നപ്പോൾ ഞാൻ വളരെ
നെഗറ്റീവായിട്ടുള്ള ഒരു നിരൂപണം എഴുതുകയും അത് ഇന്ത്യ ടുഡേയിൽ വരികയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ടുഡേയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കും, വിളിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് ഇനി കണ്ട് സംസാരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായ ഒരു ഘട്ടമായി. പക്ഷേ അത് കഴിഞ്ഞ് ചലച്ചിത്ര അക്കാദമി തുടങ്ങുകയും അവിടെ അദ്ദേഹം ചെയർമാനാവുകയും ചെയ്യുന്ന സമയത്ത് ഈ TV അവാർഡ്സ് കൊടുക്കുമ്പോൾ അന്ന് ഞാൻ കേരളത്തിലെ ആദ്യത്തെ TV സംഘടനയായ കോണ്ടാക്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പം ഫോണിൽ എൻ്റെ പേര് കേട്ട അദ്ദേഹം സംസാരിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ TV സംഘടനയുടെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയും ഈ അവാർഡ് നൈറ്റിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം നമ്മുടെ സംഘടനയ്ക്ക്. കാരണം അന്നത്തെ നിലയ്ക്ക് ഈ രംഗത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ സംഘടനയിലാണുള്ളത്. ആർട്ടിസ്റ്റുകൾ പിന്നീടാണ് ആത്മയൊക്കെ വന്നപ്പോൾ ആർട്ടിസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ സമ്മതിച്ചു. ഞങ്ങൾ അവിടെ ഒരു മെഗാ ഷോയാണ് നടത്തിയത്. മിക്കവാറും അന്നുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുള്ള വിവിധ കലാപരിപാടികൾ ആണ് ചെയ്തത്. അത് വളരെ വിജയകരമായിരുന്നു. അടുത്ത വർഷമായപ്പോൾ ഇതേപോലെ ഞാൻ വിളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, വരൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അന്നത്തെ മന്ത്രി അറിയാം, സാംസ്കാരിക മന്ത്രി T.K. രാമകൃഷ്ണനാണ്. അദ്ദേഹമാണ് ഈ അക്കാദമി തുടങ്ങുമ്പോഴുള്ള മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഈ നമുക്കെന്തെങ്കിലും ഒരു ക്ലാസിക്കലായിട്ടുള്ള സംഭവം വേണം, ഈ സാധാരണ രീതിയിലുള്ള ഇതൊന്നും വേണ്ട. അങ്ങനെ കലാമണ്ഡലത്തിൽ അവരൊരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു സംസ്കൃത നാടകത്തിൻ്റെ മലയാള വിവർത്തനം ഭഗവതജ്ജുകം കാവാലം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ TV ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പം TV അവാർഡല്ലേ, TV ആർട്ടിസ്റ്റുകൾക്കൊരു പങ്കാളിത്തം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ഭഗവതജ്ജുകം എന്ന് പറയുന്ന നാടകം ഞങ്ങൾ അവാർഡിന് ശേഷം അവതരിപ്പിക്കുമ്പോൾ അവാർഡ് കഴിയുമ്പം സ്വാഭാവികമായും കുറേ ആളുകൾ പോകുമല്ലോ, മിനിസ്റ്റേഴ്സൊക്കെ ഇത് കൊടുത്ത ഉടനെ പോകും. പക്ഷേ ഈ T.K. രാമകൃഷ്ണൻ അവിടെ തന്നെ ഏറ്റവും മുന്നിലെ സീറ്റിൽ ഇത് നാടകം കാണാനിരുന്നു. ഭരത് ഗോപിച്ചേട്ടനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഈ നാടകം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോകുന്നത്. അതെനിക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വളരെ നീരസമുണ്ടെന്നും വിരോധമുണ്ടെന്നും തോന്നിയ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു അദ്ദേഹവുമായിട്ട് ഉള്ള അടുപ്പത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒരു അനുഭവമായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രങ്ങൾ വന്നു. പിന്നെ ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ അനുഭവം, 2018 നാഷണൽ ജൂറിയിൽ ഞാനുണ്ടായിരുന്നു, നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഓള് എന്ന ചിത്രം ഫസ്റ്റ് റൗണ്ടിൽ അത് റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ കോൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ കണ്ടിരുന്നു, ഞാൻ അതിനു മുമ്പ് തന്നെ പടം കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ MJ രാധാകൃഷ്ണൻ്റെ മരണം ഉണ്ടാകുന്നത്. MJ രാധാകൃഷ്ണൻ്റെ മരണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് 7 സംസ്ഥാന അവാർഡുകൾ കിട്ടിയ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ കാര്യം ഞാൻ ചെയർമാനോട് പറഞ്ഞു, അദ്ദേഹം ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓള് കോൾ ബാക്ക് ചെയ്തു. കോൾ ബാക്ക് ചെയ്തിട്ട് ഈ ക്യാമറയ്ക്ക് അദ്ദേഹത്തിന് തന്നെ MJ രാധാകൃഷ്ണൻ തന്നെ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിന് ഒരു ദേശീയ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഷാജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് വേറെ യാതൊരു വിശേഷണത്തിൻ്റെയും ആവശ്യമില്ലാതെ ഒരു ഛായാഗ്രാഹകൻ എന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും ഉള്ള അദ്ദേഹത്തിൻ്റെ പദവികളിൽ അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പുണ്ട്. അത് ശാശ്വതമായൊരു നിലനിൽപ്പാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് അദ്ദേഹം ഒരു ഫിലിം ആക്ടിവിസ്റ്റ് കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു വിഷനുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം
അതിലൂടെയാണ് ഈ ചലച്ചിത്ര അക്കാദമി രൂപപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് സംശയരഹിതമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യത്തെ ചെയർമാനായിരുന്നു. അങ്ങനെ അതിൽ പങ്കുവഹിച്ചു. പിന്നെ KSFDCയിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായി. ഈ തരത്തിൽ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ധാരാളം ചെയ്തു. അപ്പം ആക്ടിവിസ്റ്റുകൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. സിനിമ നമ്മൾ ചെയ്യുമ്പം സിനിമാ നിരൂപകരുടെയോ മറ്റ് സിനിമകൾ ചെയ്യുന്ന ഈ അവാർഡിനൊക്കെ വരുമ്പോൾ ഒരേ നിരയിൽ 2-3 ചിത്രങ്ങളുണ്ടെങ്കിൽ കിട്ടാത്തവർ എളുപ്പത്തിൽ ശത്രുക്കളായിട്ട് മാറുകയോ ഒക്കെ ചെയ്യും. അത് ഈ രംഗത്തുള്ളവർക്കറിയാം. പക്ഷെ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയുമല്ല. ചിലപ്പോൾ കയ്യാങ്കളി വരെ ഉണ്ടാവും. ശത്രുത ഭയങ്കര രൂക്ഷമായിരിക്കും. അത് അനുഭവിക്കാനും ഷാജിക്ക് ഇടയായിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോകാനുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് അദ്ദേഹം ഇവിടെ ചലച്ചിത്ര അക്കാദമിയുമായിട്ട് വലിയ സഹകരണമില്ലാതെ IFFKയിൽ അദ്ദേഹത്തെ കാണാത്ത ചില വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളിലും ഗോവയിൽ IFFIയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവിടുത്തെ സിഗ്നേച്ചർ ഫിലിം ഒന്നിലേറെ കൊല്ലങ്ങളിൽ അദ്ദേഹം ചെയ്തതായിരുന്നു സിഗ്നേച്ചർ ഫിലിം. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് NFDCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വന്നു. അത് നല്ല കാര്യമായിരുന്നു. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാകുമായിരുന്നു. പ്രത്യേകിച്ച് NFDCയിൽ വളരെ കാലം ഈ ചെയർപേഴ്സണായിട്ടിരുന്നവർ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലം കൂടെ ഓർക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാൾ പോകുന്നത് നന്നായിരിക്കും. അദ്ദേഹം ഏതാണ്ട് എല്ലാം പൂർത്തിയാവുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് വളരെ ശക്തമായ കുറേ പാരകൾ പ്രവർത്തിക്കുന്നത്. അപ്പം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുള്ള ആളാണെന്നും അതിനെതിരായിട്ട് പ്രവർത്തിച്ച ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് അവിടെ ചെന്നു. അപ്പം ഷാജി എന്നോട് പറഞ്ഞത് അത് BJPക്കാരൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഈ കംപ്ലൈൻറ്റ് അയച്ച ആളുകൾ അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്തരം സ്ഥാനങ്ങളുടെ പ്രാധാന്യം എന്ത്, അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയോ തടയുകയോ ചെയ്യുക, ഇതിലൊന്നും എന്തായാലും തൽക്കാലം BJPക്കാർക്ക് വലിയ ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്, ഒരു വലിയ സ്ഥാനം. അതിനുശേഷമാണ് വീണ്ടും ഇവിടെ അദ്ദേഹം പ്രവർത്തന നിരതരാവുന്നതൊക്കെ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ്, ഈ ഞാൻ പറഞ്ഞ ഈ ശത്രുതയുടെയൊക്കെ ഒരു ബഹിർസ്ഫുരണം എന്ന് പറയുന്നത് ഈ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിൽ നമ്മൾ കണ്ടു. അവിടെ ഒരു പുതുതായിട്ടുള്ള ഒരു പോക്ക് ആവശ്യമാണ് എന്ന് തോന്നിയ ചില ഫിലിം സൊസൈറ്റികൾ പഴയ ആളുകളെ ചോദ്യം ചെയ്യുകയും അവരുടേതായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ നായക സ്ഥാനത്ത് വന്നത് ഷാജിയാണ്. പക്ഷെ അങ്ങനെ നായക സ്ഥാനത്ത് വന്നത് അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കളെ നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രസിഡൻ്റായി ഏതാണ്ട് 1 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ദയനീയമായ രീതിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അത് ഒരുപക്ഷെ നിയമവിരുദ്ധമായി തന്നെയാണ് അത് പോയത്. അതിൽ വല്ലാത്ത അമർഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പെരുമാറ്റങ്ങൾ, ഇതൊക്കെ മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അത് തീർച്ചയായിട്ടും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആക്ടിവിസ്റ്റിന് സഹിക്കേണ്ടി വരുന്നതാണ്, സ്വാഭാവികമാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു പോയാൽ പ്രേംകുമാറിൻ്റെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടത് വെറുതെ പറയുന്ന അച്ചടി ഭാഷയിലല്ല, അല്ലാതെ തന്നെ മലയാള സിനിമയ്ക്ക് ഇനിയും ധാരാളം നേട്ടങ്ങൾ നൽകേണ്ട ഒരു പ്രതിഭാശാലിയെയാണ്. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാംസ്കാരിക മുഖവുമായ ശ്രീ മരിയാപുരം ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, പ്രിയദർശിനി ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ തോംസൺ ലോറൻസ്, ഫിൽക്കയുടെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട ശ്രീ ബഹുമാന്യനായ ശ്രീ വിജയകൃഷ്ണൻ, പ്രിയങ്കരനായ ശ്രീ സുരേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള
ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാള സിനിമയുടെ മലയാളികളുടെയും ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഔന്നത്യം, ആ ഔന്നത്യം തൻ്റെ നൂറ്റാണ്ട് 5 പതിറ്റാണ്ട് കാലത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ സ്വായത്തമാക്കാൻ കഴിഞ്ഞ ഒരു മഹാപ്രതിഭയുടെ 38ാമത് ഓർമ്മ ദിനമാണ്. അദ്ദേഹം കൊല്ലത്ത് 1952 ജനിച്ച് തൻ്റെ 73ാമത്തെ വയസ്സിൽ 2025 ഏപ്രിൽ മാസം 28-നാണ് ഷാജി നീലകണ്ഠൻ കരുണാകരൻ എന്ന ഷാജി എൻ കരുൺ നമ്മ വിട്ടുപിരിയുന്നു. ഭൗതികമായി അദ്ദേഹത്തിന്റെ അസാന്നിധ്യമുണ്ടെങ്കിലും ആ മഹാപ്രതിഭ കേരളത്തിൽ സിനിമ എന്ന കല നിലനിൽക്കുന്നിടത്തോളം കാലം എന്നും സ്മരിക്കപ്പെടും. നമുക്കറിയാം, ഇപ്പോൾ വിജയകൃഷ്ണൻ സാറൊക്കെ ഇതിൻ്റെ ഈ ഫീൽഡില് വിമർശന ബുദ്ധിയോടെയും നിരൂപണം നടത്തുന്ന പ്രതിഭകളിൽ ഒരാളാണ്. സിനിമ എന്ന കല, ആ കലയ്ക്കുള്ള ഒരു പ്രത്യേക സ്വാധീനം നമ്മുടെ മനസ്സിൻ്റെ താളലയങ്ങളെ ഒരു കാന്തിക ശക്തിയോടുകൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലയാണ് സിനിമ. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് അത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സിനിമ കാണാൻ പോകുന്നത് നല്ല സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറയും, വാ ഒരു സിനിമയ്ക്ക് വെക്കളെ. ഒരു വലിയ ദുഃഖത്തിന്റെ പിരിമുറുക്കമുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, നമുക്കൊന്ന് ഫ്രീ കിട്ടാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് വെക്കളയാം. മാറ്റിനിക്കും വൈകുന്നേരവും സിനിമാശാലകളിൽ തടിച്ചുകൂടിയിരിക്കുന്ന പ്രേക്ഷകർ ഇത് രണ്ടിലും പെട്ട ആളുകളാണ്. ഈ രണ്ടിലും പെട്ട ആളുകളെ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കല, അത് സിനിമ മാത്രമാണ് എന്ന് എല്ലാ കലയ്ക്കും സ്വാധീന ശക്തിയുണ്ട്. ഈ കലയുടെ സൃഷ്ടി മനുഷ്യന്റെ ഭാവനയിൽ നിന്നാണ്. പക്ഷെ ആ സൃഷ്ടി ഒരു ബൂമറാങ് പോലെ മനുഷ്യന്റെ ഗതിവിഗതികളെയും അവന്റെ താളലയങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന സമാനതകളില്ലാത്ത ഒരു കലയാണത്. ആ അർത്ഥത്തിൽ ഇതിനെ നോക്കിക്കാണുമ്പോഴാണ് ശ്രീ ഷാജി എൻ കരുണിനെ പോലുള്ള അത്യപൂർവമായ പ്രമേയങ്ങളിലൂടെ, സൃഷ്ടി വൈഭവങ്ങളിലൂടെ, ഛായാഗ്രാഹകൻ എന്ന ശക്തിയിലൂടെ നമ്മുടെ മനസ്സിലെ ചിരപ്രതിഷ്ഠയായി ഒരു ചിരഞ്ജീവിയെ പോലെ നമ്മുടെ മനസ്സുകളിലെല്ലാം അദ്ദേഹത്തിന് അരവിന്ദനെ പോലെയോ പത്മരാജനെ പോലെയോ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയോ ഒക്കെ ആ സിനിമ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അത് തുടങ്ങണം. ഇപ്പം ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ്, ആലുവ UC കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അതായത് 1979 ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കല എന്താണ് യഥാർത്ഥത്തിൽ, അതിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. പക്ഷേ ചിത്രങ്ങൾ തന്നെ ഇവിടെ നമുക്കറിയാം, മലയാളികളാണ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.